ഇനി അടുത്ത് നോക്കുക, ദ കോമ്പൗണ്ട് വിത്ത് pH ബോണ്ട്സ് ഓർ ആർ. ഇത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നതാണ്. ഇത് ഈ സാധനങ്ങൾ തന്നെ നമ്മൾ, ഈ കോമ്പൗണ്ടുകൾ തന്നെ നമ്മൾ പലപ്പോഴും നമ്മുടെ മോക്ക് ടെസ്റ്റിലൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആണ്. ആ ക്ലാസ്സുകളിൽ തന്നെ നമ്മൾ മോക്ക് ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യുമ്പോൾ തന്നെ ഇത് എങ്ങനെയാണ് ഈ സ്ട്രക്ചേഴ്സ് വരക്കേണ്ടതെന്ന് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഇത് നമുക്കറിയുന്ന കാര്യമാണ്. എന്ത് ചെയ്യുക, ഫോസ്ഫറസ് 4 ബോണ്ട്. ആദ്യം നിങ്ങൾ ഓക്സിജനെ ഫില്ല് ചെയ്യുക. ഇവിടെ 4 ഓക്സിജൻ ഉള്ളതുകൊണ്ട് 4 ഓക്സിജൻ ഞാൻ കൊടുത്തു. ഇനി ഹൈഡ്രജൻ 3 എണ്ണം, ഓരോ ഓക്സിജൻ ഓരോ ഹൈഡ്രജൻ വെച്ച് കൊടുത്തു. ഒറ്റയ്ക്ക് നിന്ന് ഓക്സിജൻ ഡബിൾ ബോണ്ട് ആക്കി. ഇനി അടുത്ത് എന്താ, H3PO3. വീണ്ടും ഫോസ്ഫറസ് 4 ബോണ്ട്. 3 ഓക്സിജനാണുള്ളത്, അപ്പോൾ 3 ഓക്സിജൻ ഞാൻ കൊടുത്തു. ഇനി ബാക്കി വന്ന ബോണ്ടിൽ ആദ്യം നിങ്ങൾ ഹൈഡ്രജനെ ഫില്ല് ചെയ്യണം. ഇനി 2 ഹൈഡ്രജനാണ് ബാക്കിയുള്ളത്, അപ്പോൾ 2 ഹൈഡ്രജൻ കൊടുത്തു. ഒറ്റയ്ക്ക് നിന്ന് ഓക്സിജൻ ഡബിൾ ബോണ്ട് ആക്കുക. അപ്പോൾ ഇവിടെ ഒരു pH ബോണ്ട് വന്നല്ലോ. സോ ഓപ്ഷൻ ബി കറക്റ്റ് ആണെന്ന് മനസ്സിലായി. ഇനി H4P2O7, 2 ഫോസ്ഫറസ് ഉണ്ടെങ്കിൽ നിങ്ങൾ 2 യൂണിറ്റ് വരക്കണം. ഇപ്പോൾ ഓഡ് നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം ആണെങ്കിൽ അവിടെ എന്തായാലും POP ബോണ്ട് ഉണ്ടാവും. അപ്പോൾ ഇവിടെ POP ബോണ്ട് ഞാൻ കൊടുത്തു. ബാക്കി എത്ര ഓക്സിജൻ ഉണ്ട്, 6 ഓക്സിജൻ. ടോട്ടൽ 7 ഓക്സിജൻ ഉള്ളത്, ഒരു POP ബോണ്ട് കൊടുത്തു. ബാക്കി 6 ഓക്സിജൻ, 1 2 3 4 5 6. ഇനി എത്ര ഹൈഡ്രജൻ ഉണ്ട്, 4 ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4. ഒറ്റയ്ക്ക് നിന്ന് ഓക്സിജൻ ഡബിൾ ബോണ്ട് ആക്കുക. ഇവിടെ നമുക്ക് pH ബോണ്ട് ഉണ്ടോ, ഇല്ല. ഇനി ലാസ്റ്റ് നോക്കുക, H3PO2. വീണ്ടും ഞാൻ 4 ബോണ്ട്. ഓക്സിജൻ എത്ര എണ്ണം വരുന്നത്, ഓക്സിജൻ 2 എണ്ണം വരുന്നത്. അപ്പോൾ 2 ഓക്സിജൻ കൊടുത്തു. ബാക്കി വന്ന 2 എണ്ണത്തിൽ ഞാൻ ഹൈഡ്രജന് കൊടുത്തു. ഒരു ഓക്സിജന് കൂടെ ഒരു ഹൈഡ്രജൻ കൊടുത്തു. ഒറ്റയ്ക്ക് നിന്ന് ഓക്സിജൻ ഡബിൾ ബോണ്ട് ആക്കി. സോ ഇവിടെ 2 pH ബോണ്ട് ഉണ്ട്. സോ ഡിയും ആൻസർ ആണ്. സോ ബി ആൻഡ് ഡി ആർ ദി ആൻസേഴ്സ്. ഓക്കെ സ്റ്റുഡൻസ്.